ദിയയുടെ ഒ/ഒസിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുവാൻ നിരവധി വഴികളാണ് കസ്റ്റമേഴ്സിന് ഉണ്ടായിരുന്നത്. 1. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം. 2. വാട്സപ്പ് നമ്പർ വഴി ബന്ധപ്പെട്ട് ഓർഡർ ചെയ്യാം. മൂന്നാമത്തേതാണ് നേരിട്ടെത്തി പർച്ചേസ് ചെയ്യാമെന്നുള്ളത്. ഇതിൽ വെബ്സൈറ്റ് വഴി ചെയ്യുന്നതിൻ്റെ പണം മുഴുവൻ ദിയയുടെ അക്കൗണ്ടിലേക്കായിരുന്നു ക്രെഡിറ്റ് ആയിരുന്നത്. വാട്സപ്പ് വഴി ചെയ്യുന്നതിൻ്റെയും ദിയയ്ക്ക് വന്നിരുന്നു. എന്നാൽ വാട്സപ്പ് വഴി വരുന്ന ഓർഡറുകൾ വഴിമാറ്റി ദിശ തിരിച്ചുവിട്ട് സ്വന്തം ബിസിനസ്സാക്കി മാറ്റുകയായിരുന്നു 3 തട്ടിപ്പുകാരികളിൽ പ്രധാനിയായ വിനീത നടത്തിയിരുന്നത്. വിനീതയുടെ തട്ടിപ്പ് രീതി എങ്ങനെയാണെന്ന് തെളിവു സഹിതം വിനീതയുടെ വാട്സപ്പ് ചാറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ദിയ. വാട്സപ്പ് വഴി സാധനങ്ങൾ വാങ്ങാൻ ബന്ധപ്പെടുന്ന കസ്റ്റമേഴ്സിനെ വഴിതിരിച്ചുവിട്ട് സ്വന്തം നമ്പർ നൽകി ഓർഡർ ചെയ്യുവാൻ ആവശ്യപ്പെടുകയായിരുന്നു വിനീത ചെയ്തത്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ദിയയ്ക്ക് ലഭിച്ചപ്പോൾ അപ്പോൾ തന്നെ ദിയ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിന് ദിയ കുറിച്ച ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു: എൻ്റെ ടാക്സ് വെട്ടിപ്പ് കഥയൊക്കെ അവിടെ നിൽക്കട്ടെ, ഓർഡറുകൾക്ക് എന്തിനാ വിനീത മാഡം പേഴ്സണൽ നമ്പർ കൊടുക്കുന്നത്? വാട്സപ്പിനും ഞാൻ ടാക്സ് അടയ്ക്കണോ? വിനീത കസ്റ്റമേഴ്സിനെ അവരുടെ പേഴ്സണൽ നമ്പറിലേക്ക് വഴിതിരിച്ചു വിട്ടതിനെപ്പറ്റി എനിക്ക് ലഭിച്ച ആയിരക്കണക്കിന് ചാറ്റുകളിൽ ഒന്നാണിത്. അതും എൻ്റെ സ്റ്റോക്കും എൻ്റെ പാക്കിംഗ് മെറ്റീരിയലും എൻ്റെ പോക്കറ്റിൽ നിന്നുള്ള ഷിപ്പിംഗ് കോസ്റ്റും കൊണ്ട് എൻ്റെ എയർ കണ്ടീഷൻഡ് ഓഫീസിൽ നിന്നും എന്നാണ് ദിയ കുറിച്ചത്. ഇത്തരത്തിൽ നിരവധി സ്ക്രീൻഷോട്ടുകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ദിയ കൃഷ്ണ പോസ്റ്റ് ചെയ്തിരുന്നു. പിന്നാലെ ദിയയ്ക്കെതിരെ ടാക്സ് വെട്ടിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് ഇത് എന്നതടക്കം നിരവധി ആരോപണങ്ങളും പുറത്തു വന്നിരുന്നു. കടയിലെ ഒഫീഷ്യൽ QR കോഡിന് പകരം സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വകമാറ്റിയാണ് വിനീതയും കൂട്ടരും തട്ടിപ്പ് നടത്തിയത്. ഇവിടുത്തെ കോഡ് വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞാണ് ഇവർ തട്ടിപ്പ് നടത്തി വന്നത്. ഈ വിവരം അറിഞ്ഞതും ദിയ കൃഷ്ണ തുടക്കത്തിൽ തന്നെ ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ തട്ടിപ്പ് നടന്ന വിവരം പുറത്തുവിട്ടിരുന്നു. 3 വനിതാ ജീവനക്കാരികളുടെ ഒത്തുകളി എന്നാണ് ദിയ കൃഷ്ണ ആരോപിച്ചത്. ഗർഭിണിയായ ദിയ കൃഷ്ണയുടെ ഈ അവസ്ഥയിൽ ദിയയ്ക്ക് പിന്തുണയുമായി അച്ഛനമ്മമാരും ഭർത്താവും സഹോദരിമാരും എല്ലാം ഒപ്പമുണ്ട്. തട്ടിപ്പ് പുറത്തായതും ചേച്ചി അഹാന കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൻ്റെ ദൃശ്യങ്ങളാണ് ദിയയുടെയും കുടുംബത്തിൻ്റെയും പക്കലുള്ളത്. ഇതിൽ പണം തട്ടിച്ചതായും മൂവർ സംഘം സമ്മതിക്കുന്നുമുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകളാണ് കുടുംബത്തിൻ്റെ കയ്യിലുള്ളത്. കൂടാതെ തട്ടിപ്പിന് ഇരയായവരുടെ സാക്ഷ്യപ്പെടുത്തലും ദിയ അവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. ദിയ ഗർഭിണിയായ സമയത്താണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തിയത്. ഓഡിറ്ററുടെ കണക്കിലാണ് ഈ തട്ടിപ്പുകൾ മുഴുവൻ വ്യക്തമായതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.